എന്താ മോളെ? ഞാനിന്ന് ഇവിടെ കിടക്കുന്ന അങ്കിൾ. മാളു, മോളെ ഇങ്ങോട്ട് പോകുന്ന കാര്യം മുരളിയോടും അശ്വതിയോടും പറഞ്ഞോ? ഇല്ല, പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ വിപി, ഇപ്പൊ അവരെ ഇങ്ങനെ തല്ലിപ്പിടിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുനാൾ മുതലെയുള്ള ശീലങ്ങളാ ഇതൊക്കെ. രണ്ടുപേർക്കും ഇനി ഒരു കുടുംബജീവിതം ആവുന്നത് വരെ ഈ കൂട്ടുകെട്ട് ഇങ്ങനെ തന്നെ തുടരും. മാള് ഇവിടേക്ക് പോകുന്ന കാര്യം അവരെ വിളിച്ച് അറിയിക്കണ്ടേ? അതിന്റെ ആവശ്യമുണ്ടോ? ഈ രാത്രി ഇനി ഇക്കാര്യം പറഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അവിടെ ഇല്ലെങ്കിൽ മാളു ഇവിടെ ഉണ്ടാവുമെന്ന് അവർക്കറിയാലോ. അതെ, ഇനി ഇതേപ്പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ വന്ന് കിടക്കാൻ നോക്ക്. നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് നല്ല സുഖമില്ല, തലവേദന എന്നൊക്കെ പറഞ്ഞ് അങ്കിളും ആന്റിയും എന്നെ ഒഴിവാക്കിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു നീ ഹൗസ് അറസ്റ്റിലാണെന്ന്. എന്തായാലും നീ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുന്ന അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണപ്പോ എന്റെയും പേടി. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടാ നമ്മളിപ്പോ ഓരോന്നും ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? ഏറിയാൽ 1-2 മണിക്കൂർ. അതിനപ്പുറം നമ്മൾ എപ്പോഴെങ്കിലും പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? എന്നിട്ടും എല്ലാരും കൂടി എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാളു. എല്ലാവർക്കും എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? എനിക്ക് ചില സംശയങ്ങളുണ്ട്. നമ്മളെക്കുറിച്ച് ആ പ്രിൻസിപ്പളോ മറ്റോ നമ്മുടെ പേരൻസിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈശ്വരാ, അപ്പോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്തിന് പേടിക്കാൻ? നമ്മൾ എന്ത് തെറ്റാ ചെയ്ത്? മനസാക്ഷിയുടെ മുമ്പിൽ തെറ്റുകാരല്ലാത്തിടത്തോളം കാലം ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ ഏതവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നേന്ന് നിനക്ക് മാത്രമേ അറിയൂ. ജീവിക്കണോ അതോ എല്ലാം വെച്ച് മതിയാക്കണോ എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ രാത്രി നീ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ അടുത്തുള്ളപ്പോ എന്ത് ആശ്വാസമാണെന്നറിയൂ. ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന ധൈര്യം, സമാധാനം, അതെനിക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് അറിയോ നിനക്ക്? അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടല്ലേ അപ്പോ ഞാനിപ്പോ നിന്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും ഈ വിലക്കുകൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എത്ര നാളിങ്ങനെ? അപ്പോ നമുക്കിത് വീട്ടുകാരെ അറിയിച്ചാലോ? നോ, അത് വേണ്ട. എന്നെ എന്റെ അച്ഛനെ അമ്മയെക്കാളും മനസ്സിലാക്കിയ ഒരു വ്യക്തി നീയാണ്. ആ നിനക്ക് പോലും എന്റെ ഈ മനസ്സ് ഉൾക്കൊള്ളാനാവുന്നില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരെങ്ങനെയായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യാന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ഈ സത്യം എല്ലാവരും അറിഞ്ഞേ പറ്റൂ. അതറിയിക്കാനുള്ള സമയമാവട്ടെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നിൽ നിന്നും ചിലതറിയണം. അരുൺ ഭാസ്കറിന്റെ പ്രപ്പോസൽ നീ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഞാൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ അവനോട് പോയി പണി നോക്കാൻ പറയുമെന്നാണ് നീ എന്നോട് പറഞ്ഞത്. ഇപ്പോഴും ആ അഭിപ്രായം തന്നെയാണോ നിനക്ക്?
സാരമില്ല, നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വാ കിടക്കാം. അപ്പോ വെറുതെ ചോദിക്കുക, ആ പ്രപ്പോസൽ ഞാൻ സീരിയസ് ആയിട്ട് എടുത്താൽ നീ എങ്ങനെയാ റിയാക്ട് ചെയ്യാ? അതിപ്പോ പറയാൻ പറ്റില്ല മാളു. ചാകാൻ തീരുമാനിച്ച ആളോട് എങ്ങനെ മരിക്കുന്നതാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെ